Meet the editors. അൻവറിന് മുന്നണി പ്രവേശനം എളുപ്പമോ എന്നാണ് ചോദ്യം. സ്മൃതി, ഒട്ടേറെ നാടകങ്ങളാണ് നിലമ്പൂരിൽ നടക്കുന്നത്. നിലമ്പൂരിൽ ഇങ്ങനെയൊന്നും നടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കോൺഗ്രസോ UDFോ വിചാരിച്ചതേയല്ല. പക്ഷേ PV അൻവറിൻ്റെ ചില പ്രതികരണങ്ങൾ UDFിനെ വല്ലാതെ ഉലച്ചു. അതിൽ തന്നെ ലീഗ് പിന്നീട് ഇടപെടുന്ന സാഹചര്യമുണ്ടായി. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന സമയം KC വേണുഗോപാൽ PV അൻവറുമായി ടെലിഫോണിൽ സംസാരിക്കാൻ സാധ്യതയുള്ള നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി പന്ത് നിൽക്കുന്നത് KC വേണുഗോപാലിൻ്റെയും PV അൻവറിൻ്റെയും അടുത്താണ്. അവിടെയാണ് തീരുമാനമുണ്ടാകുന്നത്. പക്ഷേ അത് പ്രഖ്യാപിക്കേണ്ടത് VD സതീശനാണ്. പക്ഷേ VD സതീശനെ പരമാവധി എന്ന് പറയാവുന്നിടത്തോളം പറഞ്ഞു. VD സതീശൻ അതിനെതിരെ ഇന്ന് അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്ന സന്ദേശവും നൽകുന്നു. നിലവിൽ PV അൻവറിൻ്റെ മുന്നണി പ്രവേശനം അത്ര എളുപ്പമാണോ? മുന്നണി പ്രവേശം എന്തായാലും ഉടനെയൊന്നും സാധ്യമായ കാര്യമല്ല. ഉടനെ സാധ്യമാകണമെങ്കിൽ തന്നെ ഇനിയിപ്പോൾ നേതാക്കൾ ഇടപെട്ട് നേതാക്കളോട് അൻവർ സംസാരിച്ച ശേഷം അൻവർ ഒരു വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ, അതായത് അനാവശ്യ പ്രതികരണങ്ങൾ നടത്തുകയില്ല എന്ന ഉറപ്പ് ലഭിക്കുകയാണെങ്കിൽ അസോസിയേറ്റ് അംഗമാക്കും. അതാണ് സാധ്യത. അതിന് കാരണം PV അൻവർ തൃണമൂൽ കോൺഗ്രസ് TMC എന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ് എന്നുള്ളതാണ്. കാരണം ഒരു മുന്നണിയിൽ ചേർക്കണമെങ്കിൽ അത് ദേശീയ തലത്തിൽ ഹൈക്കമാൻഡ് അനുമതി വേണം. ഹൈക്കമാൻഡ് ഇപ്പോൾ സഹകരിച്ചോളൂ എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ആ സഹകരണം പോലും പ്രഖ്യാപിക്കാൻ വൈകുന്നു. 4 മാസം മുൻപ് ഞാൻ മുന്നണി പ്രവേശനത്തിനുള്ള അപേക്ഷ നൽകിയതാണ് എന്നാണല്ലോ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്. അത് വൈകി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് വൈകുന്നത് അൻവർ എന്ന രാഷ്ട്രീയ നേതാവ് നിലപാടുകളിൽ, പ്രതികരണങ്ങളിൽ ഒരു സ്ഥിരത കാണിക്കുന്നില്ല എന്ന അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള സമീപനത്തിൻ്റെ തുടർച്ചയായിട്ട് വേണം കാണാൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ അദ്ദേഹം മുന്നണി പ്രവേശം സാധ്യമായ നിലയിലായിരുന്നു എന്ന് നോക്കൂ. അദ്ദേഹം ഉടനെ തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രതികരണം നടത്തും? മുന്നണിയിൽ പ്രവേശിച്ച ശേഷം ഈ പ്രതികരണങ്ങൾ നടത്തുകയും ഇവിടെ ആരിടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകേണ്ട എന്ന് പരസ്യമായി പ്രതികരിക്കുകയൊക്കെ ചെയ്തുള്ള ഒരു അവസ്ഥ ഒന്ന് നോക്കി നോക്കൂ. അപ്പോൾ ആ പ്രഖ്യാപനവും മുന്നണിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുന്ന നിലപാടുമൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യേണ്ടി വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആദ്യം തന്നെ കോൺഗ്രസിന് സംശയമുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം രാജിവെച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറയുകയാണ് തൻ്റെ പിൻഗാമിയായി VS ജോയ് വന്നാൽ നന്നാകും എന്ന് പറയുകയാണ്. അപ്പോൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പുറത്തുനിന്ന് ഞാൻ നിശ്ചയിക്കുന്നു എന്ന രൂപത്തിൽ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയും, അത് CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും അംഗീകരിക്കില്ല. അങ്ങനെ ഒരു പ്രതികരണം അവിടെ നടത്തുന്നു. പിന്നീട് ആ വാചകം തന്നെ പിന്നീട് മയപ്പെടുത്തി താനൊരു അഭിപ്രായം പറഞ്ഞതാണ്. തൻ്റേത് നിരുപാധിക പിന്തുണയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ നിരുപാധിക പിന്തുണ അദ്ദേഹം ഏത് ഘട്ടത്തിൽ പിൻവലിക്കുകയാണ്? അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയല്ല എന്ന് ഉറപ്പിക്കുന്ന ഘട്ടത്തിൽ ആ സ്ഥാനാർത്ഥിയുടെ അസ്തിത്വത്തെ തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം അപ്പുറത്ത് CPMുമായി ചർച്ച നടത്തിയ വ്യക്തിയാണ് എന്ന് ആ പ്രഖ്യാപന ദിവസം പറഞ്ഞ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നു, മുന്നണിയെ പ്രതിരോധത്തിലാക്കുന്നു. അങ്ങനെയൊരു നേതാവ് തൊട്ടടുത്ത ദിവസം തന്നെ എങ്ങനെ മുന്നണിയിൽ പ്രവേശിക്കും? സാധ്യമാണോ? ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഇന്ന് നടത്തിയ പ്രതികരണം നോക്കൂ. തന്നെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് ഇടുകയും കാല് പിടിച്ചപ്പോൾ തൻ്റെ തലയ്ക്ക് ചവിട്ടുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഒരു നേതാവിലേക്ക് അദ്ദേഹം ഒതുക്കുകയാണ്, VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിലേക്ക്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഒരുമിച്ചൊരു നിലപാടെടുത്തിരിക്കുന്നത് ഇപ്പോൾ അതിൽ വളരെ പെട്ടെന്ന് തീരുമാനം വേണ്ട എന്ന് തന്നെയാണ്. അതിൽ VD സതീശൻ്റെ പ്രതികരണമാണ് നമ്മൾ ശക്തമായി കണ്ടിട്ടുള്ളത്. അപ്പുറത്ത് സുധാകരൻ മാറ്റി നിർത്താം, അതിലേക്ക് വരാം. പക്ഷേ മറ്റേത് നേതാക്കളും, രമേശ് ചെന്നിത്തല ആയാലും പറഞ്ഞിട്ടുള്ളത് അൻവർ എന്ന നേതാവ് നല്ല നേതാവ് തന്നെ. അതേസമയം VD സതീശനെടുത്ത നിലപാട് തെറ്റല്ല എന്ന രൂപത്തിൽ തന്നെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ KCയും പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോഴുള്ള അനുകൂല സാഹചര്യം മോശമാക്കാൻ ഇവരാരും തന്നെ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ അവിടെ രാഷ്ട്രീയമായി UDFിനുള്ള സാധ്യത ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പരസ്യ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട് അൻവർ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ഒരു സാഹചര്യം മോശമാക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ പ്രതികരിക്കുന്നത്. ഇനി K മുരളീധരനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പഴയ DIC ബന്ധമുണ്ട്. മുരളീധരനും അൻവറൊക്കെ നല്ല ബന്ധത്തിലുള്ളവരാണ്. അതുകൊണ്ടാണ് അങ്ങനൊരു അനുകൂല പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇന്നലെ ചില കോൺഗ്രസ് നേതാക്കൾ PV അൻവറുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അതെല്ലാം തന്നെ സുധാകരനുമായി അടുത്തിട്ടുള്ള നേതാക്കളാണ്. ജയന്തിനെ പോലുള്ള, അല്ലെങ്കിൽ കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീണിനെ പോലുള്ളവരൊക്കെയാണ് പോയി കണ്ടിട്ടുള്ളത്. അതല്ലാതെ KPCC ഒരു സംഘമായിട്ട് പോയതല്ല. അങ്ങനെ KPCC നിയോഗിച്ച സംഘവുമായിരുന്നില്ല. ഇതിൽ
മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ അൻവറുമായി ഒരു കുഴപ്പമുണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ലീഗിൻ്റെ നിലപാട് ലീഗിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. കാരണം മലപ്പുറം ജില്ലയിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് ലീഗാണ് എന്നുള്ളത് കൊണ്ട് അൻവർ എന്ന ഒരു വ്യക്തിയെ അവിടെ പിണക്കുന്നത് ശരിയല്ല എന്ന് ലീഗിന് ഒരു തീരുമാനമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലൊരു മാധ്യസ്ഥം ലീഗ് വഹിക്കുന്നുണ്ട്. അതേസമയം ലീഗിന് പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയ പ്രതികരണം അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയ പ്രതികരണം അതിനോടൊന്നും തന്നെ ലീഗ് യോജിക്കുന്നുമില്ല. ഇതാണ് അവിടെ നിൽക്കുന്ന സാഹചര്യം. അപ്പോൾ ഇനിയുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ മിണ്ടാതിരുന്നാൽ, അപ്പോൾ കേസ് എത്തിയല്ലോ, കെ സി വേണുഗോപാലിനെ കുറിച്ച് നേരത്തെ അൻവർ പറഞ്ഞ വാചകങ്ങൾ ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും ഒഴുകി നടക്കുന്നുണ്ട്. മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഹിന്ദിയും മലയാളം പോലും നന്നായി സംസാരിക്കാൻ അറിയാത്ത, ഹിന്ദി അറിയാത്ത, രാജ്യത്തെക്കുറിച്ച് ധാരണയില്ലാത്ത, കേരളത്തിൽ എത്ര പഞ്ചായത്തുണ്ടെന്നറിയാത്ത, കേരളത്തിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളെ ഒരുത്തനെ പിടിച്ച് എന്നാണ് പറഞ്ഞത്. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആക്കിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ദുരന്ത ഫലമാണ് കോൺഗ്രസ് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ പഴയ കാര്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ PV അൻവർ നേരത്തെ പിണറായി വിജയനുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ള, പിണറായി വിജയനെ പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടാകാം. അതിനുശേഷം ഇപ്പോൾ പിന്നീട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടായും. ശരി, അതായത് ഇതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം അതവിടെ മാറ്റി നിർത്താം. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്ക് KC വേണുഗോപാലേ ഉള്ളൂ, KC വേണുഗോപാലിനോടേ ഇനി പറയാനുള്ളൂ, അദ്ദേഹമേ ആശ്രയമുള്ളൂ, അദ്ദേഹത്തിലാണ് ആകെ പ്രതീക്ഷ, അദ്ദേഹമാണല്ലോ ഓടി നടന്ന് ഈ കോൺഗ്രസിനെ കഠിന പ്രയത്നത്തിലൂടെ 40-ൽ നിന്നും 100 ഉയർത്തിയത്. അതാണ് ഇപ്പോൾ KC വേണുഗോപാലിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം. അത് 23-ലാണ് നിയമസഭയ്ക്ക് പാർലമെന്റിന് മുൻപാണ്. അതെ, ആ 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്തല്ല, അത് കഴിഞ്ഞിട്ടാണ് പാർലമെന്റ് ഇലക്ഷൻ. പാർലമെന്റ് ഇലക്ഷന് ശേഷമുള്ള പുകഴ്ത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇതിപ്പോ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ന് പറഞ്ഞത് ആയിക്കോട്ടെ, മോശം പറയുന്നത് പാർലമെന്റ് കടന്നൽ രാജ്യമായി നിൽക്കുന്ന വേളയിൽ ആയിക്കോട്ടെ, അതാ ഞാൻ പറയാം. ഇല്ല, രാഷ്ട്രീയ സാഹചര്യം അത് ഞാൻ പറഞ്ഞു. ഇപ്പൊ നല്ല ഉയർത്തി പറയുന്നു, ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതിനേക്കാളും വലുത് പറഞ്ഞിട്ടുണ്ടല്ലോ, UDF-ന്റെ സ്ഥാനത്തിരിക്കും LDF-ൽ നിൽക്കുമ്പോൾ അതാണല്ലോ ഞാൻ രാഹുൽ ഗാന്ധിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് LDF-ന്റെ കൂടിയാ. അതെ, ഞാൻ പറയുന്നത് അതാണ് ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞാണ് ശരിയാണ്. അന്ന് അദ്ദേഹം ലെഫ്റ്റിലാണ് നിൽക്കുന്നത്, ഇന്ന് അദ്ദേഹം ഇങ്ങോട്ട് വന്നില്ല. അതിൽ തെറ്റുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹത്തിന് കേസ് അദ്ദേഹത്തിന് നോക്കൂ, ഞാൻ പറയട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ. അദ്ദേഹത്തിന് ഒരു അവസ്ഥയുണ്ട്, അദ്ദേഹത്തിന്റെ നിസ്സഹായാവസ്ഥയാണ്. അദ്ദേഹം കയ്യാലപ്പുറത്ത് തന്നെയാണ്. അദ്ദേഹം കയ്യാലപ്പുറത്താണ്. അദ്ദേഹം കയ്യാലപ്പുറത്തായത് അദ്ദേഹം സ്വയം കയ്യാലപ്പുറത്തായതാണെന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിനൊരു വിലയുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ ഉന്നയിച്ച വിഷയങ്ങൾ അദ്ദേഹം CPM-നോട് തെറ്റി MLA സ്ഥാനം ത്യജിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഓരോ വാചകങ്ങളും നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ളതാണല്ലോ. അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾ ശക്തമായ ആരോപണങ്ങളായിരുന്നല്ലോ. അതിനിപ്പോഴും പിണറായി വിജയനോ ഇടത് സർക്കാരിനോ കൃത്യമായ മറുപടി പൂർണ്ണമായും പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. പല ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ആ ചോദ്യങ്ങൾ ഇവിടെ എയറിലുണ്ടെന്നേ. ആ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം അദ്ദേഹം ഫോക്കസ് മാറ്റി. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന് അഭയസ്ഥാനമാകേണ്ടിരുന്ന മുന്നണിയിലെ നേതാക്കൾക്കെതിരെ തിരിഞ്ഞ് അവിടെ കോൺഗ്രസിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി, കോൺഗ്രസിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം. ഞാൻ പറയട്ടെ, അല്ലല്ല, താങ്കൾ പറയുന്ന ഈ കെ സുധാകരനുമായി ബന്ധപ്പെട്ട സുധാകരൻ ശരിയാണ്, കിട്ടിയ ഒരു സാഹചര്യത്തിൽ അതിനിടയ്ക്ക് ഒന്ന് കയറി കോളടിച്ചു. അൻവർ അതിന് വഴിവെക്കുന്നു. അൻവർ വഴിവെക്കുന്ന എപ്പോഴാണ്? അൻവറിന് അഭയസ്ഥാനം അങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ പോലെ കാല് പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്നതേ. പൂർത്തിയായിക്കോട്ടെ. കാല് പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവെന്ന നിലയ്ക്ക് ആ രാഷ്ട്രീയ പാർട്ടിയുടെ അഭിമാനം കാക്കുന്ന തീരുമാനമാണോ ഒരു നേതാവ് എടുക്കേണ്ടത്? തൻ്റെ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ തൻ്റെ പാർട്ടിക്കെതിരെ ഇങ്ങനെ നിരന്തരം വിളിച്ചു പോകുന്ന ഒരാളെ ഉടനെ തന്നെ മുന്നിലെടുത്തിയ പറയല്ലോ, അതാ അൻവറിന് വഴങ്ങി പറയില്ലേ? അൻവറിന് വഴങ്ങി പറയില്ലേ? എടുത്തിരുന്നെങ്കിൽ ജനം പറയും, അവിടുത്തെ CPM പറയും പറയില്ല. എടുക്കാൻ പറ്റില്ലേ? ഇപ്പോഴും എടുക്കാൻ പറ്റില്ല, മുന്നണിയിൽ എടുക്കാൻ പറ്റില്ല. തൃണമൂൽ കോൺഗ്രസിൽ പോയി ചേർന്നിരിക്കും. അല്ല, അത് വാ തുറന്ന് പറയല്ല, അസോസിയേറ്റ് ആക്കും. അതിൽ അതാക്കുന്നേ, അതെപ്പാക്കും? 4 മാസം മുന്നേ കത്ത് കൊടുത്തിട്ട് 4 മാസം മുന്നേ കത്ത് കൊടുത്തിട്ട് ഇപ്പോൾ ആക്കിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ആക്കിയതിനു ശേഷം അദ്ദേഹം പറയും ഷൗക്കത്ത് വേണ്ട. അതൊക്കെ നിങ്ങളുടെ കരേറ്റമാണ്. ഇന്നത്തെ കോൺഗ്രസ് ഹാൻഡിലുകളൊക്കെ ചെയ്യുന്ന എന്താ അറിയോ? 2020 ഇന്നത്തെ കോൺഗ്രസ് ഹാൻഡിൽ പറയാട്ടോ, അത് അത് ഒരു CPM ഹാൻഡിലല്ല, ഒരു BJP ഹാൻഡിലല്ല. കോൺഗ്രസ് ഹാൻഡിൽ ഇന്ന് KC വേണുഗോപാലാണ് വിളിച്ചുകൊണ്ടിരിക്കുക. KC വേണുഗോപാലിനെ ഇതിലേക്ക് വലിച്ചിറക്കുന്നത്. ഇന്നലെ വരെ ആരെന്നറിയോ? ഇന്നലെ വരെ ലീഗിനെയായിരുന്നു. ഒറ്റ കാര്യമുള്ളൂ, ഒരു വാക്കിൽ തീർന്നു. ഇന്ന് KC വേണുഗോപാലിനെ കുറിച്ച് PV അൻവർ പറയുന്ന നെഗറ്റീവുകളെല്ലാം കോൺഗ്രസ് ഹാൻഡിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് ഹാൻഡിലുകളെല്ലാം
എല്ലാ സോഷ്യൽ മീഡിയയിലും പ്രധാനപ്പെട്ട എല്ലാ ഈ KC വേണുഗോപാലിനെ കുറിച്ചിട്ട് PV അൻവർ പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ ഗതികേട്, ആ ഗതികേട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു രാഷ്ട്രീയ തന്ത്രം എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോഴേക്കും അതിനുള്ളൊരു മണ്ണൊരുക്കുക എന്നൊരു കാര്യമുണ്ട്. ആ മണ്ണ് സ്വയം തന്നെ തകർക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. മുൻപ് വേറൊരു മുന്നണിയിൽ ഇരിക്കുമ്പോഴും വേറൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇരിക്കുമ്പോൾ പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ അന്ന് പിണറായി വിജയന് വേണ്ടിയിട്ടുള്ള, പിണറായി വിജയന്റെ നാവായിരുന്നല്ലോ, അതിനൊരു സംശയമില്ല. പിണറായി വിജയന്റെ നാവായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ മാറ്റി പറയുമ്പോഴും അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? താൻ ഭിക്ഷാന്തേഹിയായി നിൽക്കുമ്പോൾ അവിടേക്ക് കയറി ചെല്ലാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിന് വരെ അവനവൻ തന്നെ അതിനൊരു പാര പണിയുന്നു, അവനവൻ തന്നെ അത് കുളമാക്കുന്നു എന്നിടത്താണ് അദ്ദേഹം ഒരു ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയക്കാരനാണോ എന്ന സംശയം അവിടെ ഉദിക്കുന്നത്. അദ്ദേഹം ഇനിയിപ്പോൾ ഈ പറയുന്ന മുന്നണിയുടെ ഭാഗമായിരുന്നെങ്കിൽ അടുത്ത ഡിമാൻഡ് കൂടി വച്ചു എന്നുള്ള വാർത്തകളുണ്ട്, നമുക്കറിയില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് ആവശ്യപ്പെടുന്നു എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള കഥകളുണ്ട്. ഇതൊന്നും എന്താ പറയുക, പൂർണ്ണമായും സ്ഥിരീകരിക്കപ്പെട്ട കാര്യമല്ല. ഇതൊക്കെ അൻവർ വിരുദ്ധർ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ അദ്ദേഹം തന്നെ പറയുന്നു തനിക്കൊരു നിസ്സഹായാവസ്ഥയുണ്ടെന്ന് ഒരു വസ്തു പറയുന്നു. അപ്പുറത്ത് തനിക്ക് പോകേണ്ട സ്ഥലത്തെ നേതാക്കളെ അവമതിച്ചുകൊണ്ടുള്ള പ്രതികരണം നടത്തുമ്പോൾ എത്രത്തോളം എളുപ്പമാണ് ഈ കാര്യങ്ങളെന്ന് എനിക്ക് മനസ്സിലാക്കാനാകുന്നില്ല. എന്തായാലും മുന്നണിയിൽ ഇപ്പോൾ അസോസിയേറ്റ് ആയാലും മുന്നണിയിലെത്തിയാലും അപ്പുറത്ത് ഈ പിണറായിസം പറഞ്ഞ് നടക്കുന്നവർക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പിണറായിസത്തിൻ്റെ വക്താക്കൾക്ക് കൊടുക്കാനുള്ള നല്ല വടി അദ്ദേഹം കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം ഫോക്കസ് മാറ്റിയത് അദ്ദേഹത്തിന് തിരിച്ചടിയാകുന്നു, അദ്ദേഹം പോകുന്ന മുന്നണിക്കും തിരിച്ചടിയാകുന്നു. എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ എന്താണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ഒരു ധാരണ ഇപ്പോൾ സത്യം പറഞ്ഞില്ല. ഞാൻ ഇന്നത്തെ കാര്യം മാത്രം പറയാം. സുധാകരൻ പറയുന്നു അൻവർ വേണം എന്നുള്ളത്. അൻവറിൻ്റെ കൂടെയാണ്, അൻവറിന് വോട്ടുണ്ട്, അണികളുണ്ട്, അദ്ദേഹത്തെ എടുക്കണം. VD സതീശൻ ഒറ്റയ്ക്കല്ല തീരുമാനം എടുക്കുന്നത്, ആ കാര്യങ്ങൾ മുന്നണി കൂട്ടായി തീരുമാനം എടുത്തു എന്ന് പറയുന്നു. ഇന്നത്തെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ആരാ പറയുന്നത്? മുൻ KPCC അധ്യക്ഷനായ സുധാകരൻ. ഈ ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PMA സലാം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അൻവറെ ഞങ്ങൾ ഓൾറെഡി UDFൻ്റെ യോഗം ചേർന്ന് എടുത്തതാണ് ആണല്ലോ. അത് പ്രഖ്യാപിക്കാൻ വേണ്ടി VD സതീശനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രഖ്യാപിക്കാത്തതിന് കാരണം ഞങ്ങൾക്കറിയില്ല. ആരാ പറയുന്നത്? ഈ പറഞ്ഞ UDFൻ്റെ പ്രധാന ഘടകകക്ഷിയായ അതാണ് PMA സലാം. CMBൻ്റെ CP ജോൺ എന്താ പറഞ്ഞതെന്നറിയോ? അൻവറിനെ പോലെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, നിലമ്പൂർ അടിത്തറയുള്ള ഒരു നേതാവിനെ ഈ പറഞ്ഞ UDFൻ്റെ ഭാഗമാക്കി നിർത്തണം. അതാണ് ആര് പറയുന്നത്? CMBൻ്റെ നേതാവായ CP ജോൺ പറയുന്നത്. അത് കഴിഞ്ഞിട്ടോ KC വേണുഗോപാലിന്റെ പ്രതികരണമുണ്ട്, നമുക്കൊന്ന് കേട്ടുവരാം. നിങ്ങൾ ഈ വിഷയം, നിങ്ങൾക്ക് ഒരുപാട് വിഷയമുണ്ടല്ലോ, അതൊന്നും നിങ്ങൾ പറയാതെ അത് നിങ്ങൾ പറയുന്നതല്ലേ, നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. പ്രതികരിച്ചിട്ടില്ല KC വേണുഗോപാൽ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം. അവസാനം പറഞ്ഞു കൂടിക്കാഴ്ച നടത്തിയില്ലല്ലോ അൻവറുമായി എന്ന്. അത് നിങ്ങൾ പറയുന്നല്ലേ, നിങ്ങൾ പോയി അന്വേഷിച്ച് നോക്കൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് PMA സലാം എന്ത് പറഞ്ഞു? ഘടകകക്ഷിയായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. ഘടകകക്ഷി തീരുമാനിക്കുന്നത് UDFൻ്റെ എല്ലാ ഘടകകക്ഷികളും ചേർന്ന് തീരുമാനമെടുത്ത് അത് പ്രഖ്യാപിക്കാൻ ആരെടുത്തു? ഈ പറഞ്ഞ MM ഹസനായിരുന്നു അന്ന് UDFൻ്റെ കൺവീനർ. അദ്ദേഹം അടക്കമുള്ള ചെയർമാൻ, UDFൻ്റെ ചെയർമാനായിട്ടുള്ള ഈ പറഞ്ഞ VD സതീശനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് MM ഹസൻ പറഞ്ഞു. അതിനുശേഷം ഒറ്റ കാരണമേ ഉള്ളൂ. എന്ത് കാരണം? ഈ ഹൈക്കമാൻഡിൻ്റെ പെർമിഷൻ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കും എന്ന് പറഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപനം ഉണ്ടെന്ന് പറഞ്ഞ് കോഴിക്കോട് മീറ്റിംഗ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് വേറൊരു മീറ്റിംഗ്. ആരുടെ മീറ്റിംഗാണ്? സുധാകരൻ, രമേശ് ചെന്നിത്തല, VD സതീശൻ, 3 പേരും MM ഹസനും, ഇവർ 4 പേരും കൂടെ ചേർന്നൊരു മീറ്റിംഗ് നടത്തി. എന്നിട്ട് എന്താ പറഞ്ഞത്? എല്ലാ കാര്യങ്ങളും ഓക്കെയായി 2 ദിവസത്തിൽ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് സൈഡിൽ കൂടെ ലീക്ക് ചെയ്ത് വിട്ടു. എന്ത് ലീക്ക് ചെയ്ത് വിട്ടു? ഘടകകക്ഷിയല്ല, സഹകരണ മുന്നണിയായി കൂടെ നിർത്തുമെന്ന് പറഞ്ഞു. കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ എന്ത് പറഞ്ഞു? സഹകരണ മുന്നണിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, 2 ദിവസത്തിൽ പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു? യുദ്ധം വന്നപ്പോൾ VD സതീശൻ എന്താ വിചാരിച്ചെന്നറിയോ? അയ്യോ ഇനിയിപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എൻ്റെ മാധ്യമങ്ങളും വിചാരിച്ചത് അങ്ങനെ തന്നെയാണ്, നിലമ്പൂർ ഇലക്ഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? നീട്ടിക്കൊണ്ടേ പ്രഖ്യാപിക്കാൻ പറ്റും. പിന്നെ നിലമ്പൂരിനെ കുറിച്ച് ചർച്ചയില്ല, അൻവറിനെ കുറിച്ച് ചർച്ചയില്ല, അൻവർ ഒന്നും മിണ്ടുന്നില്ല, സതീശ് ഒന്നും മിണ്ടുന്നില്ല, കോൺഗ്രസ് ഒന്നും മിണ്ടുന്നില്ല. പോയി ഒരു സുപ്രഭാതത്തിൽ 16-ാം തീയതി ഡിഡിം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? 26-ാം തീയതി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? പിന്നെ അണികളായി. അൻവറിൻ്റെ അടുത്തേക്ക് മൈക്കുകളെത്തി, പടപടാന്ന് മൈക്കെത്തി. എന്ത് പറഞ്ഞു? അൻവർ എന്താണോ നേരത്തെ പറഞ്ഞത് എന്താണ്? അൻവർ രാജിവെക്കുമ്പോൾ പറഞ്ഞത് അവിടുത്തെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ആരാണ്? ജോയി ആണെന്നുള്ളത്. ഇപ്പോഴും അൻവർ ആരല്ല? ഘടകകക്ഷിയല്ല, സഹകരണ മുന്നണിയല്ല, UDF ആയിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെ നിൽക്കുന്ന അൻവർ എടുത്ത് മൈക്കോണ്ടി ചെന്ന് ചോദിക്കുന്നു ആരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി? അപ്പോൾ അത് ആര് സ്ഥാനാർത്ഥിയായാലും കുഴപ്പമില്ല, പക്ഷേ ഇലക്ഷൻ ജോയ്ഫുള്ളായിരിക്കുന്നു. മനസ്സിലാവേണ്ടവനാണെങ്കിൽ മനസ്സിലാക്കാം. ഒരാളും മിണ്ടില്ല.
പിറ്റേ ദിവസം രാവിലെ ചർച്ചയോട് ചർച്ച, UDF ചർച്ച, എല്ലായിടത്തും ചർച്ച. അപ്പോഴും അൻവർ ആരല്ല, UDF ഘടകകക്ഷിയല്ല, UDF പുറത്ത് നിൽക്കുന്ന സാധാരണ LDF ഘടകകക്ഷികളെ പോലെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് കൂട്ടിയാൽ മതി. ആ രാഷ്ട്രീയ പാർട്ടീൻ്റെ ഭാഗമായിരിക്കുന്നു. ഇവർ തമ്മിൽ ഒറ്റ ബന്ധമേ ഉള്ളൂ. പിണറായി വിജയനെതിരെ ശക്തമായി നിലപാടെടുക്കുന്ന ഒരു പ്രതിപക്ഷ പാർട്ടി സെപ്പറേറ്റ് UDF ഭാഗമല്ല. അവരോട് ചോദിക്കുന്നു, അൻവറിൻ്റെ ഈ പറഞ്ഞ ഇദ്ദേഹം ഷൗക്കത്താണ് സ്ഥാനാർത്ഥി എന്ന് കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ സർക്കാരിനെതിരെ ഏത് ചെകുത്താൻ നിർത്തിയാലും മത്സരിക്കും സർക്കാരിനെതിരെ എന്ന് പറയുന്നു. അപ്പോഴും ആരല്ല, UDF ഭാഗമല്ല. അത് പറഞ്ഞെങ്കിലും ശേഷമെങ്കിലും UDF ഭാഗമാക്കാൻ ഇവരിക്കണ്ടേ? കത്ത് കയ്യിൽ മേടിച്ച് വെച്ചിട്ട് 4 മാസമായല്ലോ, എല്ലാ ഘടകകക്ഷി മുന്നണികളെയും ചേർത്ത് പിടിച്ചിട്ട് 4 മാസമായല്ലോ, എല്ലാ ഘടകകക്ഷിയുടെ യോഗം ചേർന്ന് തീരുമാനമെടുത്ത് 4 മാസമായല്ലോ, ഒരക്ഷരം പോലും മിണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അത് കഴിഞ്ഞിട്ട് അൻവർ UDF ഭാഗമല്ല, പുറത്താണ്. അൻവറോട് ചോദിക്കാതെ ഈ പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, PV അൻവർ TMCൻ്റെ അഭിപ്രായമോ UDF അഭിപ്രായമോ ഒന്നുമല്ല പറഞ്ഞത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തിനേക്കാളും നല്ല സ്ഥാനാർത്ഥിയെ എനിക്ക് തോന്നുന്നത് ആരാണ്? ഈ പറഞ്ഞ ജോയിയാണ്. എൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. നേരത്തെ പറഞ്ഞ അഭിപ്രായം മാറ്റി പറയേണ്ട അവസ്ഥ അൻവർ വന്നിട്ടില്ല. കാരണം എന്താ? അൻവർ UDF ഭാഗമല്ല. അതിനുശേഷം എന്ത് സംഭവിച്ചു? അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കും, നിങ്ങൾ UDF ഭാഗമായി സർക്കാർ UDF ഭാഗമായി എന്നോട് സംസാരിച്ച് കഴിഞ്ഞാൽ, UDF ഭാഗമായി എന്നെ ആക്കി കഴിഞ്ഞാൽ UDF ഏത് സ്ഥാനാർത്ഥിനെ നിർത്തുന്നോ ആ സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കാനുള്ള പണി ഞാൻ എടുക്കും എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. അതിനുശേഷം എന്ത് സംഭവിച്ചു? അതിനുശേഷം രമേശ് ചെന്നിത്തല സംസാരിക്കുന്നു, അതിന് സുധാകരനോട് സംസാരിക്കുന്നു, ഈ പറഞ്ഞ VD സതീശനോട് സംസാരിക്കുന്നു, എല്ലാവരോടും സംസാരിക്കുന്നു. തീരുമാനം പറയാമെന്ന് പറയുന്നു. ഇനി ആകെ 3 ദിവസമേ ഉള്ളൂ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഷൗക്കത്തിനെതിരെ പറഞ്ഞത് അദ്ദേഹം സാങ്കേതികമായി ശരിയാണ്. ശേഷം നിങ്ങൾ ഒരക്ഷരം പിന്നെ എന്താണ് ഷൗക്കത്തിനെ കുറിച്ചോ ഈ സ്ഥാനാർത്ഥിനെ കുറിച്ചോ പറഞ്ഞാൽ അത് കേൾക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഈ പറഞ്ഞ ഇദ്ദേഹത്തിനുണ്ട്, PV അൻവറിനുണ്ട്. ഈ സമയം UDF ഭാഗമല്ല, UDF ഭാഗമാക്കിയിട്ടില്ല. UDF ഭാഗമാക്കണോ എന്ന് UDF ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് PD സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ ഒരിക്കൽ ഈ UDF ഭാഗത്ത് അവർ തമ്മിലുള്ള ഏക ജോയിൻ്റ് എന്താണെന്നറിയോ? UDF അൻവർ തമ്മിൽ ഏക ബന്ധം എന്താണെന്നറിയോ? പിണറായി വിജയനെതിരെ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഒന്നിച്ച് സമരം ചെയ്യുന്നു. ഇത് മാത്രമാണ് ബന്ധം. മനസ്സിലായോ? അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയായിട്ട് സമരം ചെയ്തുകൂടെ? ഇവിടെ എത്ര പാർട്ടികളുണ്ട് കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ സമരം ചെയ്യുന്നത്? എല്ലാം UDF ഭാഗമായിട്ടാണ്, ഒന്നുമല്ലല്ലോ. അവരെല്ലാം ഇടതുപക്ഷത്തിനെതിരെ സമരം ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു പാർട്ടിയെ കണ്ടാൽ മതി. നിങ്ങൾ അവരെ കൂടെ കൂട്ടൂ. ഇനി ഞാൻ 2 കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? കേരളത്തിലെ ഏറ്റവും വലിയ, മലബാറിലെ ഏറ്റവും വലിയ, UDF ഏറ്റവും വലിയ ഘടകകക്ഷിയായിട്ടുള്ള ഈ പറയുന്ന ലീഗ് ഒരു ബോധമില്ലാത്ത ആൾക്കാരാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ PK കുഞ്ഞാലിക്കുട്ടിയല്ലേ? ഈ പറഞ്ഞ പിന്നെ ഉമ്മൻചാണ്ടിൻ്റെ കൂടെയും രമേശ് ചെന്നിത്തലേൻ്റെ കൂടെയും കരുണാകരൻ്റെ കൂടെയും ഒക്കെ മന്ത്രിയായിരുന്ന ആളല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. അദ്ദേഹം എത്ര പ്രാവശ്യം ചർച്ച നടത്തി? 5, 6, 7 പ്രാവശ്യം ചർച്ച നടത്തി. ആ 7 പ്രാവശ്യം നടത്തിയിട്ട് ഈ UDF ചെയർമാനായ VD സതീശനോട് പറയുന്നില്ലേ, നിങ്ങൾ അസോസിയേറ്റ് എടുക്ക്. ഇന്ന് അൻവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞെന്താ അറിയോ? ഞാൻ ഒരു സ്ഥലത്ത് ഘടകകക്ഷിയാക്കണം എന്ന് പറഞ്ഞിട്ടില്ല, എന്നെ അസോസിയേറ്റ് ആക്കി എന്ന് പറഞ്ഞതു. എന്ത്? ബസ്സിൻ്റെ ഡോറിൽ നിന്ന് പോകാൻ ഞാൻ തയ്യാറാണ്. അതാക്കിയതായി പ്രഖ്യാപിക്കണ്ടേ? ഒറ്റ പ്രശ്നം ഇവിടെയുള്ളൂ, അൻവറിനെ പ്രഖ്യാപിക്കുന്നുണ്ടോ ഇല്ലയോ? പ്രഖ്യാപിച്ചതിന് ശേഷം അൻവറിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് വീഴ്ച വന്നാലും അത് വലിയ വീഴ്ചയാണ്. എന്ത് വീഴ്ച വന്നാലും, ഈ പറഞ്ഞ ഷൗക്കത്തിനെതിരെ എന്ത് വീഴ്ച വന്നാലും വലിയ വീഴ്ചയാണ്. 4 മാസം ക്ഷമിച്ച ആള് ഒരു 3-4 ദിവസം കൂടെ ഉണ്ടായിരുന്നിരുന്നെങ്കിൽ അസോസിയേറ്റ് അദ്ദേഹത്തിന്റെ കൂടുതൽ 10,000 കണക്കിന് അണികളുണ്ട് കേരളത്തിൽ. എത്ര മണ്ഡലം കമ്മിറ്റികളുണ്ട്, എത്ര ബൂത്ത് കമ്മിറ്റികളുണ്ട്. ഇവരെ എല്ലാവരും അടക്കി പിടിച്ച നേതാവിന് നിൽക്കണ്ടേ? ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഏക സ്ട്രോങ് ഹോൾഡ് മണ്ഡലമാണ് ഈ പറഞ്ഞ നിലമ്പൂര്. ബാക്കിയുള്ള CPM-നും കോൺഗ്രസിനും കേരളം മുഴുവൻ മണ്ഡലങ്ങളുണ്ട്. അൻവറിന് ഏക അസ്തിത്വമുള്ള ഏക മണ്ഡലമാണ് പിന്നെ നിലമ്പൂർ. അവിടെ ഒരു ദിവസം മുന്നേ ഇവർ പ്രഖ്യാപിക്കുന്നില്ല, ഈ സ്ഥാനാർത്ഥിനെ നിർത്തി മുന്നോട്ട് പോകണം. ഇന്നും അദ്ദേഹം അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്നറിയോ? ഇന്നലെയും മിനിഞ്ഞാന്നും അനുഭവിക്കുന്ന പ്രശ്നം എന്താ അറിയോ? നിങ്ങളില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇതാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങളില്ല എന്ന് പറഞ്ഞോളൂ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. ഇത് തന്നെയാണ് ആർക്ക് പറയുന്നത്? ഇത് തന്നെയാണ് സുധാകരൻ പറയുന്നത്, ഇത് തന്നെയാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഇന്ന് പുതിയ UDF കൺവീനറായ പിന്നെ അടൂർ പ്രകാശ് നമ്മുടെ ബൈക്കിൽ എന്താ പറഞ്ഞതെന്നറിയോ? ഇന്നത്തെ കാര്യമാണ് പറയുന്നത്. ഈ പത്രസമ്മേളനം കഴിഞ്ഞ് ആദ്യം നമ്മളോട് പ്രതികരിക്കുന്ന എങ്ങനെയാണെന്നറിയോ? ഈ പറഞ്ഞ PV അൻവർ UDF ഭാഗമായി ഉണ്ടാകും. വലിയ കാർഡിൽ നമ്മൾ കൊടുത്തില്ലേ? ഈ UDF ഭാഗമായി ഉണ്ടാകും. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അത്ര ബുദ്ധിമുട്ടില്ലല്ലോ VD സതീശൻ അദ്ദേഹം UDF പിന്നെ സഹകരണ മുന്നണിയായി എടുത്തു എന്ന് പറഞ്ഞാൽ. അപ്പം കേരളത്തിലെ UDF ഒരു ഘടകകക്ഷിക്കും ഇല്ലാത്ത പ്രശ്നമാണല്ലോ ഈ സതീശന്. എന്തിനാണ് ഇദ്ദേഹം വാശി പിടിക്കുന്നത്?
എന്താ ഈ വാശി പിടിക്കുന്നത്? ഇനി ഒറ്റ കാര്യത്തോടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം എന്താണെന്നറിയോ? ഇനി അൻവർ മോശം പറഞ്ഞു. അൻവർ ഇന്ന് വ്യക്തമായും കൃത്യമായി ആദ്യം തുടങ്ങി അവസാനം വരെ പറഞ്ഞില്ലേ? എല്ലാ കാര്യങ്ങളും വ്യക്തതയോടുകൂടി പറഞ്ഞു. ആകെ ഇന്ന് KC വേണുഗോപാൽ പറഞ്ഞാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഞാൻ ഈ UDF നേതാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തമായ ഒരു കാര്യം പറഞ്ഞ് KC വേണുഗോപാൽ. അതെന്താ പറഞ്ഞെന്നറിയോ? UDFൻ്റെ ഇങ്ങനെ ഒരു ഇലക്ഷൻ പിണറായി വിജയനെതിരെ, ഇടതുപക്ഷത്തിനെതിരെ ഉണ്ടാവാൻ കാരണക്കാരനായ ആൾ PV അൻവറാണ്. അദ്ദേഹം രാജിവെച്ചത് കൊണ്ടാണ് ആ സീറ്റ് അവിടെ ഉണ്ടായതെന്ന് എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആ ധ്വനിയിൽ അദ്ദേഹം പറഞ്ഞു. വേണമെങ്കിൽ അൻവർ രാജിവെച്ചിട്ട് അൻവർ രാജിവെച്ചിട്ട് ഇങ്ങനെ പറയായിരുന്നു, ഞാൻ രാജിവെച്ചിട്ടുണ്ട്, ഞാൻ ഇടതുപക്ഷത്തിൻ്റെ മുന്നണിയിലെ ഘടകകക്ഷിയായിരുന്നു, MLA ആയിരുന്നു, ഞാൻ രാജിവെച്ചിട്ടുണ്ട്, ഞാൻ ആ പാർട്ടിയിൽ നിന്ന് വിട്ടു, ഞാൻ UDFൻ്റെ ഭാഗമായി നിന്ന് ഞാൻ മത്സരിക്കുമെന്ന് പറയായിരുന്നല്ലോ. അദ്ദേഹം അത് ആ മാന്യത കാണിച്ചില്ലേ? ആ സീറ്റ് ആർക്ക് വിട്ടുകൊടുത്തു? ഈ UDFനും കോൺഗ്രസിനും വിട്ടുകൊടുത്തു. അദ്ദേഹം MLA ആയ കേരളത്തിൽ ആരെങ്കിലും കാണിക്കുന്ന പണിയാണോ അത്? സ്വന്തം പാർട്ടി, ഒരു സ്വന്തമായി പാർട്ടി ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് സ്വന്തമുള്ള സീറ്റ് അദ്ദേഹം വിട്ടുകൊടുത്തു. ആർക്ക്? അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ വേറെ ഒരാൾക്കല്ല, കോൺഗ്രസിന് വിട്ടുകൊടുത്തു. എന്നാൽ ആ കോൺഗ്രസിന് വിട്ടുകൊടുത്തിട്ട് ആ സീറ്റിൻ്റെ മര്യാദ കാണിക്കുന്നില്ല. അദ്ദേഹം അപ്പോഴും വിചാരിക്കുന്നവരെ അപ്പം ഇപ്പം UDF വിചാരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, CPM അസ്തിത്വമില്ല, CPM ഉടക്കി. ഇപ്പോൾ മറ്റേ PV അൻവർ പറഞ്ഞാൽ കത്രിക പൂട്ടിട്ട് വെച്ചേക്കാണ്. ഈ സൈഡിൽ പിണറായി വിജയൻ, ഈ സൈഡിൽ VD സതീശൻ, ഇങ്ങനെ വെച്ചേക്കാണ്. ഇനി ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് എന്താണ്? അതുകൊണ്ട് ഇനി PV അൻവർ ഇവർ പറയുന്ന പോലത്തെ നിന്നും വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കേണ്ട ഒരാളല്ല എന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ ആ ഏരിയയിൽ പോയി അന്വേഷിക്കുമെന്ന്. ഇന്നും എന്താണ് 100-150 ആൾക്കാർ അൻവറിൻ്റെ കൂടെ നടക്കുന്നുണ്ടല്ലോ. അത് ആ നാട്ടിലല്ലേ? നിങ്ങൾ ആളില്ലാതെ അല്ലല്ലോ കാണുന്നത്. കേരളത്തിലെ മാധ്യമപ്രവർത്തനം മുഴുവൻ അവിടെ ഉണ്ടല്ലോ, ആളില്ലാതെ അല്ലല്ലോ കാണുന്നത്. ഞാൻ പറഞ്ഞത് ഒരാളെ അവഹേളിക്കുന്നതിന് പരിധിയുണ്ട്. ആ അവഹേളിക്കുന്നതിന് പരിധിക്ക് അപ്പുറം നിന്ന് അദ്ദേഹം പ്രതികരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ KC വേണുഗോപാൽ ബന്ധപ്പെട്ടു. അദ്ദേഹത്തിന് കേരളത്തിലെ UDFൻ്റെ നേതാക്കന്മാരെല്ലാം മോശക്കാരാണെന്ന് പറയുന്നില്ലല്ലോ. അദ്ദേഹം എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞു. അവരെല്ലാവരും വിചാരിച്ചിട്ട് നടക്കുന്നില്ല. സുധാകരൻ വിചാരിച്ചറിയിച്ചില്ല, മുരളീധരൻ വിചാരിച്ച് നടക്കുന്നില്ല, രമേശ് ചെന്നിത്തല വിചാരിച്ച് നടക്കില്ല, അടൂർ പ്രകാശ് വിളിച്ചറിയിക്കുന്നില്ല, KPC പ്രസിഡന്റ് വിചാരിച്ച് നടക്കുന്നില്ല. ആരാണ് ഇതിലെല്ലാം ഉടക്കി വെക്കുന്നത്? ഈ പറഞ്ഞ VD സതീശനാണ്. അപ്പം എൻ്റെ മുന്നിൽ ആകെയുള്ള നേതാവ് എന്ന് പറയുന്നത് KC വേണുഗോപാലാണ്. ഞാൻ അദ്ദേഹത്തിന് വിശ്വാസം അർപ്പിക്കുകയാണ്. അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പരിപാടി അവസാനിപ്പിച്ചു. എത്ര വ്യക്തമായ ആൻസറാണ്. അതിന് മറുപടി ഇവർ പറഞ്ഞാൽ മതി. ഇന്നും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ അറിയോ? ഒരു മുന്നണി എടുക്കുമെന്ന് പറയും, ഒരു മുന്നണി എടുക്കില്ല എന്ന് പറയും, ഒരു ഘടകകക്ഷി എടുക്കുമെന്ന് പറയും, അടുത്ത നേതാവ് എടുക്കില്ല എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ അർത്ഥമാണിത്? അപ്പോൾ ശക്തമായ രീതിയിൽ അൻവർ എടുക്കില്ലെന്ന് നമുക്കറിയില്ല. കാരണം ഇവരൊക്കെ മനസ്സിലിരിക്കുന്നത് എന്താണെന്ന് അറിയാം. പക്ഷെ ഒരു കാര്യം ഓർത്ത് എന്താ അറിയോ? ഇടതുപക്ഷത്തിൻ്റെ ഈ പറയുന്ന നിലമ്പൂർ ഇലക്ഷൻ തോറ്റിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസ് തോറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ VD സതീശനും ഇല്ല, പ്രതിപക്ഷ നേതാവും ഇല്ല. ആ കാര്യത്തിൻ്റെ കാര്യം അവസാനിച്ചായി. ഇനി നേരെ തിരിച്ചാണ്. ഈ പറഞ്ഞ അൻവർ ഇല്ലാതെ ഈ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ VD സതീശൻ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറൊരു നേതാക്കന്മാരും ഉണ്ടാവില്ല. ഇതാണ് ഇപ്പോൾ അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്. നിലവിൽ അൻവറിന് മുന്നണി പ്രവേശനം എളുപ്പമാണോ എന്ന ചോദ്യത്തിന് അത്ര എളുപ്പമല്ല മുന്നണി പ്രവേശനം എന്നാണ് മനസ്സിലാക്കുന്നത്. പരമാവധി പോയാൽ അൻവറിന് അസോസിയേറ്റ് കക്ഷിയാവാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും എന്നതിനും അപ്പുറത്തേക്ക് മറ്റു പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടാവില്ല. അൻവറിനെ UDFൻ്റെ പൂർണ്ണ കക്ഷിയാക്കാനുള്ള സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിലവിൽ KC വേണുഗോപാലുമായി നേരിട്ടൊരു കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. ഫോണിൽ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തവുമല്ല. അതല്പസമയത്തിനുള്ളിൽ അറിയാം. അങ്ങനെയാണെങ്കിൽ എന്തുറപ്പാണ് PV അൻവറിന് കൊടുത്തിരിക്കുന്നത്? പക്ഷേ ആ ഉറപ്പ് സതീശനാണല്ലോ പ്രഖ്യാപിക്കേണ്ടത്. UDF ചെയർമാൻ എന്ന നിലയിൽ സതീശനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എൻ്റെ വാദം ഇതാണ്, PV അൻവറിന് വിലപേശൽ ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ആർഗ്യുമെൻറ്റ്. അതുകൊണ്ടാണ് UDF ഇത്ര ധൈര്യത്തോടു കൂടി ഈ സാഹചര്യത്തിൽ PV അൻവറിനെ പരിഗണിക്കണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാതിരിക്കുന്നത്. എങ്ങനെയാണ് വിലപേശൽ? നമുക്ക് 2-3 സാധ്യതകളൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്ന്, PV അൻവർ UDFൽ ചേരുന്നില്ല എന്നിരിക്കട്ടെ, അവിടെ വിജയിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തോ അതല്ല LDFോ ആണെന്നിരിക്കട്ടെ, എന്താണ് PV അൻവറിൻ്റെ രാഷ്ട്രീയ സാധ്യത? 0. രണ്ടായാലും. അതായത് PV അൻവറിനെ UDF എടുക്കുന്നില്ല, എന്നാൽ അതേസമയം തന്നെ ആര്യാടൻ ഷൗക്കത്തോ അതല്ല LDF നിർത്തുന്ന സ്വതന്ത്രനോ ആരോ ആവട്ടെ, ഇവർ രണ്ടുപേരും ജയിച്ചാലും PV അൻവറിൻ്റെ രാഷ്ട്രീയ സാധ്യത 0. അഥവാ PV അൻവറിന് അവിടെ ചിത്രത്തിലെ ഇല്ല. രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി, PV അൻവർ UDFൽ ചേരുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ ചേർന്നു കഴിഞ്ഞതിനു ശേഷം ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടുകയും ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു എന്ന് വന്നാൽ പാര വെച്ച് UDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദിത്വം PV അൻവറിന് വരും. PV അൻവറിന് അവിടെയും സാധ്യതയില്ല. മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത്, PV അൻവർ UDFൽ ചേരുകയും ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുകയും ചെയ്തു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിലും PV അൻവർ ആ മണ്ഡലത്തിൽ അനുയോജ്യനായ സ്ഥാനാർത്ഥി അല്ല എന്ന് പറഞ്ഞ ആളെ വിജയിപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ് VD സതീശനും കോൺഗ്രസിനും പോവുകയും അവിടെയും PV അൻവർ 0 ആവും. നമ്മുടെ മുമ്പിൽ
കേൾക്കൂ, അതിനുശേഷം അങ്ങേക്ക് പറയാം. നാലാമത്തെ പോസിബിലിറ്റി അല്ല, ഇത് ഇപ്പൊ ഈ- നാലാമത്തെ അത് പോസിബിലിറ്റി അല്ലാത്ത കേൾക്കൂ സർ, നാലാമത്തെ പോസിബിലിറ്റി PV അൻവർ ചേരുന്നു. PV അൻവർ UDF-ലേക്ക് ചേരുന്നു. അവിടെ ആര്യാടൻ ഷൗക്കത്ത് തോക്കുന്നു, LDF സ്ഥാനാർത്ഥി വിജയിക്കുന്നു. ആ ഘട്ടത്തിൽ വന്നാലും PV അൻവറിന് അവിടെ റോളിൽ എന്ന് പറയേണ്ടി വരും. എന്താ സംഭവം യഥാർത്ഥത്തിൽ? നിങ്ങൾ നോക്കൂ, 2011 നിലമ്പൂർ മണ്ഡലത്തിൽ VV പ്രകാശിന് കിട്ടിയ വോട്ട് എത്രയാണെന്ന് അറിയാമോ? നമ്മളൊന്ന് നോക്കണം. VV പ്രകാശിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 78,257 വോട്ടാണ്. 78,257 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതായത് PV അൻവർ അല്ലാതെ അവിടെ മറ്റേതെങ്കിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥി മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ആ മണ്ഡലത്തിൽ കിട്ടിയ പരമാവധി വോട്ടെന്ന് പറയുന്നത് 69,000 വോട്ടാണ്. 70,000. 70,000. ആ പോട്ടെ, 70,000 വോട്ടാണ്. അതായത് PV അൻവർ അല്ലാതെ അവിടെ മറ്റേത് സ്ഥാനാർത്ഥി LDF-ന് വേണ്ടി മത്സരിച്ചിട്ടുണ്ടോ അവിടെ പരമാവധി കിട്ടിയിരിക്കുന്ന വോട്ട് 70,000 വോട്ട്. 69,000 എനിക്കത് ശ്രീരാമകൃഷ്ണനാണ് കിട്ടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ഇനി പുതുതായിട്ട് ചേർത്ത വോട്ടർമാരെ കൂടെ കൂട്ടി ഒരു 75,000 വോട്ട് LDF-ന് ഉണ്ടെന്ന് കൂട്ടിക്കോ, കൃത്യമായിട്ടുള്ള കേഡർ വോട്ടാണെന്ന് കൂട്ടിക്കോ. അവിടെ VV പ്രകാശിന് കിട്ടിയ 78,257 വോട്ടിൽ ഒരു വോട്ട് കുറയാൻ സാഹചര്യമുണ്ടോ നിലവിൽ? ഏതാ ഒരു വോട്ട് കുറയാനുള്ള സാഹചര്യം ഉണ്ടോ? കേൾക്കൂ, ഇല്ല, എന്റെ വാദം പൂർത്തിയാക്കിയതിനു ശേഷം ആൻഡ്രോ ഇടപെടുക. അതിന്റെ കാരണം ഞാൻ പറയാം. അവിടെ ആൻഡ്രോയുടെ വാദം ഇതായിരിക്കും, അഥവാ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന PV അൻവറിനെ അനുകൂലിക്കുന്ന ടീമിന്റെ വാദം, അത് ആര്യാടൻ ഷൗക്കത്താകുമ്പോൾ VV പ്രകാശിന് കിട്ടിയ 78,257 വോട്ട് കിട്ടത്തില്ല. അതിന് 3 കാരണങ്ങളുണ്ട്. കേൾക്കൂ, അതാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഒന്ന്, ആര്യാടനിസമായിരുന്നു ആര്യാടൻ ഷൗക്കത്തിന് എതിരെയുള്ള അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. എന്താണ് ആര്യാടനിസം? അത് ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾ, താങ്കൾക്കറിയാമോ ആൻഡ്രോ അഗസ്റ്റിൻ, ഈ നിലമ്പൂരിലെ മുനിസിപ്പാലിറ്റിയിൽ ലീഗിന് ഒരൊറ്റ കൗൺസിലർ പോലും ഇല്ല. എന്ന് പറഞ്ഞാൽ നിലമ്പൂരിലെ മുനിസിപ്പാലിറ്റിയിൽ ലീഗിന് വലിയ സ്വാധീന ശേഷിയൊന്നുമില്ല. മറ്റിടങ്ങളിൽ പഞ്ചായത്തിന് ലീഗിന് താരതമ്യേന ശേഷിയുണ്ട്. ആ ലീഗിൻ്റെ മുഴുവൻ അണികളും ഇപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസിനോടൊപ്പമാണ്. ഇൻടാക്റ്റ് ആയിട്ട് വോട്ട് അവിടെയുണ്ട്. UDF എന്ന സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവസാനത്തെ നിമിഷം PV അൻവറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം പോലും നടത്തുന്നത്. PK ബഷീർ അല്ലേ ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തണമെന്ന് പറഞ്ഞത്? ഈ PK കുഞ്ഞാലിക്കുട്ടി എന്ത് പൊളിറ്റിക്സ് ആണെങ്കിലും ഇത് നോക്കൂ, പാണക്കാട് നിന്ന് വന്ന തീരുമാനമാണിത്. പാണക്കാട് നിന്ന് കൂടി വന്ന തീരുമാനമാണിത്. കേക്കൂ ആയിക്കോട്ടെ PK കുഞ്ഞാലിക്കുട്ടി. അപ്പോൾ ആര്യാടനിസം എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ ഉണ്ടായിരുന്നു. ലീഗിനെ പിന്തള്ളിയിരുന്ന ഇന്ന് ആ ഫാക്ടർ അവിടെ ഇല്ലെന്ന് മാത്രവുമല്ല, ഇന്ന് ആര്യാടൻ ഷൗക്കത്തിനോടൊപ്പം അവിടുത്തെ ലീഗ് അനുകൂല നേതാക്കളുമുണ്ട്. രണ്ടാമത്തെ ഫാക്ടർ എന്താ? രണ്ടാമത്തെ ഫാക്ടർ, ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തിയ ഫാക്ടർ എന്ന് പറയുന്നത് കോൺഗ്രസിൽ തന്നെയുള്ള അന്നത്തെ ഈ നെപ്പോട്ടിസത്തിനെതിരായിട്ട് പോരാടിയ കരീം ഫാക്ടറായിരുന്നു. അവിടുത്തെ VA കരീം, NA കരീം അടക്കമുള്ള പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ പാലം വലിച്ചു എന്നതായിരുന്നു ആരോപണം. ഇന്ന് ഈ സാഹചര്യത്തിൽ ഞാൻ പറയുന്നു, ഞാൻ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും മികച്ച പക്വതയുള്ള ഒരു യുവ നേതാവിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് അവിടുത്തെ VS ജോയിയുടെ പ്രതികരണമാണ്. തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് 3 മിനിറ്റിനുള്ളിൽ പോസ്റ്റ് ഇട്ടു, പൂർണ്ണമായ പിന്തുണ. VS ജോയി ഏറ്റവും പക്വതയാർന്ന പ്രകടനമല്ലേ അവിടെ കാഴ്ചവെച്ചത്. നമ്മുടെ ക്യാമറ ബൈറ്റിന് മുന്നിൽ നിൽക്കുമ്പോൾ വൈകാരികമായിട്ട് കണ്ണ് നിറയൽ, ഈ പറയുന്ന രീതിയിലുള്ള കെട്ടിപ്പിടുത്തം, ബാക്കി സീറ്റ് കിട്ടാത്തതിലുള്ള ഒരു പ്രകടനവും VS ജോയിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഒരു ശരാശരി കോൺഗ്രസ്സുകാരനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇത്തരം സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു തരത്തിലുള്ള നാടകീയ സംഭവങ്ങളും VS ഉണ്ടാക്കില്ല. വളരെ മെച്ചോടെ കേൾക്കൂ എന്ന് പറഞ്ഞാൽ അവിടെ ഇന്നിപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ എതിർക്കുന്ന കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കളുടെ എണ്ണം 0. അതിന് കാരണം ഞാൻ പറയാം. ഇന്നിപ്പോൾ PV അൻവർ ആ ഘട്ടത്തിൽ ഒരു യൂണിഫൈങ് ഫാക്ടറായി മാറിയിട്ടുണ്ട്. VS ജോയി മാത്രമല്ല, ഞാൻ കരീമിനെ കൂടി ചേർത്താ പറയുന്നത്, അവിടുത്തെ പ്രാദേശിക നേതാക്കളെ കൂടി ചേർത്താ പറയുന്നത്. കാരണം ഞാൻ പറയാം കേൾക്കൂ അവിടുത്തെ പ്രാദേശിക നേതാക്കൾക്കും പ്രാദേശിക അണികൾക്കും ഇപ്പോൾ PV അൻവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ കടുത്ത അമർഷമുണ്ടെന്ന് മാത്രമല്ല, ഒരൊറ്റക്കെട്ടായി മണ്ഡലത്തിൽ കോൺഗ്രസ് ഇപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അണികൾക്കിടയിൽ പ്രാദേശികമായി ആര്യാടൻ ഷൗക്കത്തിനെ 2016 അസ്വസ്ഥതപ്പെടുത്തിയ പരാജയപ്പെടുത്തിയ കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗീയ പ്രശ്നം ഇന്ന് നിലമ്പൂർ മണ്ഡലത്തിലില്ല. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. കേൾക്കൂ, ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഫാക്ടർ, യാഥാസ്ഥിതികമായിട്ടുള്ള വോട്ട് ബാങ്കുകൾ അന്ന് ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണച്ചിരുന്നില്ല. കറക്റ്റാണ്. ഈ KK വിഭാഗത്തിൽ നിന്നും AP വിഭാഗത്തിൽ നിന്നും അതേപോലെ ഈ മുജാഹിദ്ദീൻ വിഭാഗത്തിൽ നിന്നും ജമാഅത്തെ വിഭാഗത്തിൽ നിന്നുമുള്ള വോട്ടിൻ്റെ പിന്തുണ കിട്ടിയിരുന്നില്ല. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടല്ലോ ഖബറിടത്തിൽ പോയിട്ട് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിലാപം. അതടക്കം യാഥാസ്ഥിതിക വിഭാഗത്തിലെ ആളുകൾ ഇന്ന് കൃത്യമായും ആര്യാടൻ ഷൗക്കത്തിനോട് ചേർന്ന് നിൽക്കുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. തോന്നലല്ല, ഞാൻ പറയാം അതിന്റെ കാരണം എന്താണ്. അതിന്റെ കാരണം ഞാൻ പറയാം. ഇന്നിപ്പോ പോയ സ്ഥലം എവിടെയാണെന്ന് ശ്രദ്ധിച്ചു? ഇന്ന് മർക്കസിൽ പോയത് കണ്ടായിരുന്നു. അവിടെ പോയി കാന്തപുരത്തിന്റെ ആശീർവാദം വാങ്ങിയത് കണ്ടായിരുന്നു. മുജാഹിദിന്റെ പിന്തുണ കിട്ടിയത് കണ്ടിട്ടുണ്ടായിരുന്നു.
കേക്കൂ പണ്ടും ബന്ധവെച്ചത് കേക്കൂ AP ഇനി വിഭാഗവുമായിട്ട് നോക്കൂ അന്നും ഇതുമായിട്ട് ബന്ധമില്ലാത്ത സമയത്തും AP വിഭാഗത്തിന് ബന്ധവെച്ചിട്ടുള്ളൂ. വിഭാഗത്തിന്റെ പിന്തുണയും നിലവിൽ ഉറപ്പാക്കാൻ ആര്യാടൻ ഷൗക്കത്തിനെതിരെ ചിട്ടയായിട്ടുള്ള അല്ല, അത് പ്രവർത്തനമാണ് കാണിച്ചാൽ മതിയെന്ന്. നടക്കുന്നത്. ഓരോ അതെന്താ ഈ രണ്ടു ദിവസമായിട്ട് നടക്കാതെ ഇല്ല, നോക്കൂ, ഈ പറഞ്ഞ കൃത്യമായി നടക്കുന്നു. AP 2014 കേക്കൂ. മർക്കസിൽ പോയ കണ്ട സമയത്ത് എന്തുകൊണ്ട് ഈ അടുത്തേക്ക് പോയി പോകുന്നുണ്ടല്ലോ എല്ലാ സ്ഥലങ്ങളിലും പോകണം. എല്ലാ പോയില്ല. സ്ഥലങ്ങളിലും ആൻഡ്രൂ ഞാനൊന്ന് പറഞ്ഞു നിർത്താം. അപ്പോൾ അവിടെയാണ് പ്രശ്നം. എന്താണോ 2016 ആര്യാടൻ ഷൗക്കത്തിനെതിരായിട്ടുണ്ടായിരുന്ന വികാരം, ആ വികാരങ്ങൾ 3 പ്രധാനപ്പെട്ട ഫാക്ടറുകളും ഇപ്പോൾ ദുർബലമായി. ആ അർത്ഥത്തിൽ എൻ്റെ ആർഗ്യുമെന്റ് ഇതാണ്. വി പ്രകാശ് 2021 നേടിയ 78,000 വോട്ടിൽ നിന്ന് ഒരു വോട്ട് പോലും നിലവിൽ കുറയാനുള്ള സാഹചര്യം ഇല്ലെന്ന് മാത്രമല്ല, നിലവിൽ മലയോര കുടിയേറ്റ കർഷകർ, അവരുടെ പേരിലാണല്ലോ നിലവിൽ PV അൻവർ ഈ പറയുന്ന ആർഗ്യുമെന്റ് ഉയർത്തുന്നത്. മലയോര കർഷകര് ഭൂരിപക്ഷവും 95% അടിയുറച്ച കോൺഗ്രസ്സുകാരാണ്. അവരിൽ നിന്ന് ഒരു വോട്ട് പോലും PV അൻവറിന് കിട്ടുന്നില്ല. അവരിൽ നിന്ന് കിട്ടില്ല. ഇല്ലില്ല, നോക്കൂ, it's very clear. ഇത് വിലപേശൽ എന്നുള്ള ഒരു ശേഷി PV അൻവറിന് നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. നോക്കൂ, കേരള രാഷ്ട്രീയത്തിൽ ഒരു മുന്നണി പ്രവേശനത്തിന് വേണ്ടി കാലു പിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് PV അൻവർ. അതൊന്ന് ആലോചിച്ച് നോക്കി. ഒരു നേതാവിന്റെ ഗതികേട് ഇല്ല. തീർന്നില്ല ആൻഡ്രൂ, എന്റെ കണക്ക് താങ്കൾ കേൾക്കും. ഒരു കണക്കൂടി കേൾക്കും. ഇല്ല, തടസ്സപ്പെടുത്താൻ ഞാൻ വഴങ്ങില്ല. ഇനി അടുത്ത രണ്ടാമത്തെ ആർഗ്യുമെന്റ്, ഇനി ഒരു കണക്കൂടി ഞാൻ പറയാം. PV അൻവർ ഈ പറയുന്ന LDFന്റെ ഭാഗമല്ലാതെ മത്സരിച്ചിട്ടുണ്ടല്ലോ. 2014 വയനാട്ടിലേക്ക് മത്സരിച്ചില്ലേ? എത്ര വോട്ടാണ് നിലമ്പൂരിൽ നിന്ന് കിട്ടിയത്? 36. എത്ര വോട്ടാ കിട്ടിയെന്നറിയാം ആൻഡ്രൂ? നിലമ്പൂരിൽ നിന്ന് 6,000 വോട്ട്. നിലമ്പൂരിൽ 6,000. ഈ മണ്ഡലത്തിൽ നിന്ന് നിലമ്പൂരും അൻവർ തമ്മിൽ അന്ന് എന്ത് ബന്ധമാണ്? ഇപ്പൊ എന്ത് ബന്ധം? CPM ഇനി ഞാൻ പറഞ്ഞുതരാം. ഇനി CPM അവിടെ PV അൻവറിനെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് കിട്ടുന്ന വോട്ട് മാത്രമേ അന്ന് 2014 കിട്ടിയ 6,000 വോട്ടുള്ളൂ. CPMന്റെ പാർട്ടി സംഘടനാ മെഷീനറിയുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ് PV അൻവറിന്റെ വോട്ട് 81,000 ആവുന്നത്. ആ സംഘടനാ മെഷീനറി മൈനസ് PV അൻവർ. ഞാൻ ഇപ്പോഴും പറയുന്നു, 2014 ലോക്സഭാ വോട്ടിൽ കിട്ടിയ 6,000 വോട്ടിൽ നിന്ന് ഒരു വോട്ട് കിട്ടാനുള്ള സാധ്യതയില്ല PV അൻവർ നിലവിലത്തെ സാഹചര്യത്തിൽ. രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. അന്ന് PV അൻവർ ഇറങ്ങി തിരിച്ചതിന്റെ രാഷ്ട്രീയ ഉദ്ദേശം, PV അൻവർ എവിടെ നിന്ന് എങ്ങോട്ട് പോയി. ഇന്ന് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് നിലമ്പൂരിലെ മണ്ഡലത്തിലെ സാധാരണക്കാരുമായിട്ടുള്ള എന്ത് വികാരമാണ് സാറേ ഉള്ളത്? അൻവറുമായിട്ടുള്ള വികാരം നശിപ്പിച്ച നിമിഷമാണിത്. നോക്കൂ, അൻവർ പറഞ്ഞ വിഷയങ്ങളിൽ നിന്ന് അൻവറിന്റെ പാർട്ടിയിലേക്കും UDFനെ പിണക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തുമ്പോൾ അൻവർ കൊടുക്കുന്ന പൊളിറ്റിക്കൽ മെസ്സേജ്, അതിന് ആളുകൾ വിശ്വാസ്യത കൽപ്പിക്കുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ വാക്ക് ഉറപ്പിച്ചു നിർത്തുന്നു. രാഷ്ട്രീയ അഭിപ്രായ സ്ഥിരതയില്ലാത്ത ഒരു നേതാവാണോ PV അൻവർ എന്നുള്ള സംശയം ആ 6,000 വോട്ടിൽ പോലും ഉണ്ടെന്നാണ് എൻ്റെ സംശയം. എന്ന് പറഞ്ഞാൽ ആ കണക്കുകൾ നമ്മളോട് പറയുന്നത് PV അൻവർ മൈനസ് CPM ഈസ് ഈക്വൽ ടു 6,000 വോട്ട് ഇൻ നിലമ്പൂർ. ഇതാണ് എൻ്റെ ഏറ്റവും കൃത്യമായ ഇക്വേഷൻ. 2014 കണക്ക് വെച്ചാണ് ഞാൻ പറയുന്നത്. ഡിസ്പ്യൂട്ട് ആണെങ്കിൽ ഡിസ്പ്യൂട്ട് ചെയ്യാം. അതാണ് 2014. ഇത് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ആ വില മാത്രമേ, വിലപേശൽ ശേഷി കുറഞ്ഞു പോയ PV അൻവറിനെ UDF എന്തിനാണ് ഭയക്കുന്നത്? UDF എന്തിനാണ് എടുക്കണമെന്ന് പറയുന്നത്? ഞാനൊരു കാര്യം അങ്ങ് പറഞ്ഞല്ലോ, ഈ UDFന്റെ ഭാഗമാകാത്തത് കൊണ്ടാണ് PV അൻവർ ഒരു ആരോപണം ഉന്നയിച്ചത്. ആർക്കെതിരെ? ആര്യാടൻ ഷൗക്കത്തിനെതിരെ. അനുയോജ്യനായ സ്ഥാനാർത്ഥിയല്ല, ഇമാം പല ആളുകളും വന്ന് കണ്ടിരുന്നു, ഇവിടെ വിജയിക്കാൻ പറ്റുന്നതല്ല എന്നൊരു ആരോപണം ഉന്നയിച്ചത്. നോക്കൂ, അപേക്ഷ കൂടി തിരിക്കുകയാണ് UDFിലേക്ക് കയറാൻ. ഒരു മുന്നണിയുടെ ഭാഗമാകണമെങ്കിലുള്ള മിനിമം മര്യാദ എന്ന് പറയുന്നത് എന്താ? ആ മുന്നണിയുടെ രാഷ്ട്രീയ നയങ്ങളോട് യോജിക്കുക എന്നതാണ്. അങ്ങേക്കറിയാമല്ലോ, ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്നില്ല INL. എത്ര വർഷമാണ് INL ഇടതുമുന്നണിയുടെ ഭാഗമാകാൻ കാത്തിരുന്നത്? 25 വർഷമാണ്. 94 INL രൂപീകൃതമാകുന്നത്, 1994. അന്ന് ഗുരുവായൂരടക്കം ഉപതെരഞ്ഞെടുപ്പുകളിലും പൊതു തെരഞ്ഞെടുപ്പുകളിലും അടക്കം അന്ന് INL സഹായത്തോടു കൂടി ഇടതുമുന്നണി സീറ്റുകൾ വാരിക്കൂട്ടി. അന്നും ഈ പറയുന്ന INL ഇടതുമുന്നണിയുടെ ഭാഗമാകാൻ ശ്രമിച്ചു, കൂട്ടിയില്ല. 2019 വരെ കാത്തിരിക്കേണ്ടി വരുന്നു INLന്. എന്താ INL പറഞ്ഞുകൂടായിരുന്നോ? ഞങ്ങൾക്കുണ്ടല്ലോ 1ലും 2ലും 3ലും MLA-മാരുണ്ടായിരുന്നല്ലോ, ഞങ്ങളുടെ വോട്ട് നിർണായകമാണ് എന്ന് INL ഈ PV അൻവർ പറയുന്നത് പോലെ പറഞ്ഞില്ലല്ലോ. ഒരു നിമിഷം, INL കേക്കൂ, അതാ മുന്നണിയുടെ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അൻവർ ടീമിന് ഞാൻ ബാറ്റ് ചെയ്യാം. ആർഗ്യുമെന്റ് ഞാൻ വരുന്നു. ശരി, അല്ലല്ല, ഞാൻ പറഞ്ഞ കണക്കുകളാ. ആ കണക്കുകൾ ഡിസ്പ്യൂട്ട് ചെയ്യും. ഇനി ഒരു കാര്യം കൂടി പറയാം സാർ, കേൾക്കൂ. എങ്ങനെയാണ് മുന്നണിയിലെ പ്രവേശനം സാധ്യമാവുന്നത്? അപ്പോൾ INLന്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ മുന്നണിയിൽ 25 വർഷം വരെ കാത്തിരുന്ന മുന്നണികൾ ഇടതു മുന്നണിയിലുണ്ട് എന്നതാണ്. ഇനി ഈ പറയുന്ന UDFന്റെ കാര്യത്തിലും മുന്നണികളെ നേരിട്ടെടുക്കാതിരിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി പാർട്ടിയെ കൊണ്ടുവന്നാൽ മുന്നണി വിപുലീകരണമെന്നാണ് പറയുന്നത്. അവരെ അസോസിയേറ്റ് ആക്കി നിർത്തേണ്ട ആവശ്യമില്ല. പക്ഷേ UDF തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ പരസ്യമായി തള്ളിപ്പറയുന്ന, UDFനെ ആദ്യം ധിക്കരിച്ചു പോയ
ഈ കോൺഗ്രസിന്റെ പാളയത്തിൽ നിന്നിറങ്ങിപ്പോയി പിന്നെ NCPയും പിന്നെ അതേപോലെ ഇടതുമുന്നണിയുടെ ഭാഗമാവുകയും ചെയ്ത ഒരാൾ തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായും ഒരു വിൻഡോ പീരീഡ് ഉണ്ടാവും. അവിടെയാണ് അസോസിയേറ്റ് കക്ഷിയാവാൻ തീരുമാനിച്ചു എന്നുള്ള വിവരം UDF എടുത്തിരിക്കുന്നത്. പക്ഷേ അതിനുശേഷം നടത്തിയ ഇടപെടലുകളും നീക്കങ്ങളും കോൺഗ്രസിൽ സംശയം ജനിപ്പിച്ചിട്ടുണ്ടെന്നേ. അതുകൊണ്ടാണ് ആ പാർട്ടി അങ്ങനെ തീരുമാനമെടുത്തത്. എന്താ VD സതീശൻ കൃത്യമായി പറഞ്ഞല്ലേ, 2 ദിവസത്തിനുള്ളിൽ ഞാൻ തീരുമാനിക്കും, പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതല്ലേ. എന്താ 2 ദിവസം വൈകിയാൽ? 48 മണിക്കൂറിന് മുമ്പ് എന്തിനാണ് PV അൻവർ ഇന്ന് വന്ന് VD സതീശനെതിരെ ഈ പ്രസ്താവന നടത്തിയത്? അതുകൊണ്ട് എന്താണ് കോൺഗ്രസിന് ഗുണം? ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഞാനിത് പറഞ്ഞത് അവസാനിപ്പിക്കാം. ഇതുവരെ PV അൻവർ നടത്തിയ ഈ ആരോപണങ്ങൾ, തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനത്തിന് ശേഷം നടത്തിയ ആരോപണങ്ങൾ UDFന് ഗുണകരമാണോ ദോഷമാണോ? അങ്ങ് പറയൂ. വൈ സൈലൻസ്? ദോഷകരമാണ് PV അൻവറിന്റെ ആർഗ്യുമെന്റ് എങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, എന്തിന് UDFന്റെ ഘടകകക്ഷിയാക്കണം? അതിനു മുമ്പ് ഞാൻ പറഞ്ഞതിൽ ഒരു കറക്ഷൻ ഉണ്ട്. INL ഈ 25 വർഷത്തിനിടയിൽ ഒരു തവണ UDFുമായിട്ട് സഹകരിച്ച് ത്രിതല പഞ്ചായത്തിൽ മത്സരിച്ചിട്ടുണ്ട് ഈ സഹകരണത്തിന്റെ പേരിൽ. അതുകൂടി ഒരു കറക്ഷൻ കൂടി. സുജയയിലേക്ക് നമുക്ക് സമയം ഈ കൊടുവാളുമായി നിൽക്കുന്ന ആളുടെ മുന്നിലേക്ക് മാക്സിമം ഊർജ്ജം കൊടുത്തിട്ട് കയറിപ്പോയി വെട്ടിക്കോ എന്ന് പറഞ്ഞ് വെട്ടുകൊള്ളാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുകയാണ് ആരെ, അൻവറെ. മനസ്സിലായോ? എന്തൊരു എന്തൊരു സതീശ സ്നേഹം, ദൈവമേ, എന്തൊരു പ്രോത്സാഹനം നോക്കിക്കേ. ഈ CPM എന്തുകൊണ്ടാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിനെ നിർത്താത്തതെന്നറിയോ? അൻവർ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അതെന്നിട്ട് അത് ഒരു മിനിറ്റ് കഴിഞ്ഞോട്ടെ, പറഞ്ഞു തീർന്നോട്ടെ. അപ്പോൾ അതോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഇപ്പോൾ അൻവർ സ്വതന്ത്രനായിട്ട് നിന്നാൽ ഈ കുറച്ചും കൂടെ നല്ലൊരു CPM സ്ഥാനാർത്ഥിനെ വെച്ചാൽ CPMന് ജയിക്കാം. അപ്പോൾ എന്തൊരു പ്രോത്സാഹനം എന്നറിയാം അൻവർ സ്വതന്ത്രമായി നിർത്താൻ വേണ്ടിയിട്ട്. ഇടതുപക്ഷ ഹാൻഡിലുകളൊക്കെ ഭയങ്കരമായിട്ട് നിർത്തി എന്തൊരു കഷ്ടപ്പെട്ട. അപ്പോൾ സാധാരണ വിചാരിക്കുമ്പോൾ എന്തറിയോ, സതീശനോട് സ്നേഹം കൂടിയിട്ട് വലിയ രീതിയിൽ സതീശ് പിന്തുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊരു രാഷ്ട്രീയ ധാർമ്മികതയുടെ വിഷയം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് രാഷ്ട്രീയ മര്യാദയുടെ വിഷയം. അത് ഏത് മുന്നണിയിലും നമ്മൾ പാലിക്കേണ്ട ചില ചട്ടങ്ങളുണ്ട്, അത് പാലിക്കണമെന്നുള്ളതാണ്. അതിപ്പം ഏറ്റവും ഒടുവിൽ ജനതാദളല്ലേ പോയത് UDFിൽ നിന്ന് ജനതാദൾ പോയി RJDയിലേക്കാണ് പോയത്. അപ്പോൾ അങ്ങനെ മുന്നണി മര്യാദകൾ മാറുമ്പോൾ മാറിപ്പോകും, അതൊക്കെ സ്വാഭാവികമാണ്. സുജയ, PV അൻവറിനെ എന്തായാലും ഇപ്പോൾ തെരുവിലിറക്കി നിർത്തിയിരിക്കുകയാണ് എന്നതിൽ ആർക്കും ഒരു സംശയവുമില്ല. അപ്പോൾ ദയാവധമാണോ അതോ നേരിട്ടങ്ങ് വെട്ടിക്കൊല്ലാനാണോ സതീശന്റെ പ്ലാൻ എന്നത് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ വെട്ടിക്കൊല്ലാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അറക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കത്തി ഉയർത്തി കഴുത്തിന് മുകളിൽ പിടിക്കുന്നതിന് പകരം അങ്ങ് അറക്കണം. അതിന് പകരം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതിനാണ്. മെയ് 2-ാം തീയതി UDF ഏകോപന സമിതി കോഴിക്കോട്ട് ചേർന്ന് തീരുമാനമെടുക്കാൻ UDF ചെയർമാൻ എന്ന നിലയിൽ VD സതീശനെ ചുമതലപ്പെടുത്തിയതാണ്. എല്ലാ കാര്യങ്ങളിലും പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന ക്രിയാത്മക പ്രതിപക്ഷ നേതാവായ VD സതീശന് എന്താണ് ഇത്ര പെട്ടെന്ന് തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല? ഈ തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടുപോയി പ്രചാരണത്തിനുള്ള സമയമാണ് അൻവറിനെ കുറിച്ച് ചർച്ച ചെയ്ത് കളയുന്നത്. UDFന് എന്താ ജയിക്കണ്ടേ? ഈ സീറ്റ് വേണ്ടേ? പ്രചാരണത്തിന് ആര്യാടൻ ഷൗക്കത്തിന്റെ കൂടെ എല്ലായിടങ്ങളിലേക്കും എത്തേണ്ട നേതാക്കളൊക്കെ PV അൻവറിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഐറണി എന്ന് പറയുന്നത്. അത് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് LDFന് ഗുണമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. കാരണം LDFനെ വളരെ ചെറുതായി ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല എന്ന മട്ടിൽ വളരെ ഈസിയായി കാണുകയാണ് സതീശനും കൂട്ടരുമെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത്. കാരണം LDFന് ആ സീറ്റ് അൻവർ പോയതോടുകൂടി എന്തായാലും കിട്ടാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് ഈ സീറ്റ് കിട്ടും, മത്സരിക്കാതെ തന്നെ ഞങ്ങൾ ജയിച്ചു, MLA ആയിക്കഴിഞ്ഞിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്ത്, ഇനി MLA ബോർഡ് വെച്ച കാറിൽ കയറ്റി ഇരുത്തിയാൽ മാത്രം മതി എന്ന രീതിയിൽ വളരെ ഈസി ആയിട്ടാണ് ഈ സിറ്റുവേഷനെ എടുക്കുന്നത്. അതേസമയം തന്നെ LDF അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും അവർ ഗ്രൗണ്ട് വർക്കൊക്കെ നേരത്തെ മുതൽ തന്നെ നടത്തുന്നുണ്ട് എന്നത് നിലമ്പൂരിൽ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അവിടെ ആര്യാടൻ ഷൗക്കത്ത് കബറിടത്തിലെ പ്രാർത്ഥനയും കഴിഞ്ഞ് വീടുകളിലും അതുപോലെ തന്നെ കാന്തപുരത്തിൻ്റെ അടുത്തുമൊക്കെ പോയുള്ള പ്രചാരണം നടത്തുന്നുണ്ട്. എന്നാൽ ഗ്രൗണ്ടിൽ എത്രത്തോളം UDF സംവിധാനം ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നതുകൂടി ഈ UDFിൻ്റെ കൺവീനറും അതുപോലെ തന്നെ UDFിൻ്റെ ചെയർമാനും ഒക്കെ ഒന്ന് നോക്കേണ്ടതാണ്. PV അൻവറിനെ കുറിച്ചല്ലേ UDF ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ആ മുന്നണിക്ക് അവിടെ നിലമ്പൂരിൽ ജയിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ആ മുന്നണിക്ക് ആ സീറ്റ് പിടിച്ചെടുക്കുന്നത് കുറിച്ചോ, തങ്ങളുടെ സീറ്റാണല്ലോ, കോൺഗ്രസിന്റെ കുത്തക സീറ്റാണ്, ആ സീറ്റ് പിടിച്ചെടുക്കുന്നതിനെ കുറിച്ചോ അല്ല ചർച്ച നടക്കുന്നത്. അതിൽ മുസ്ലിം ലീഗിനൊക്കെ വലിയ അലോസരമുണ്ട്. കാരണം ആ സീറ്റിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ അവിടുത്തെ പ്രചാരണത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് പകരം ലീഗിന്റെ അടുത്തും സംസാരിക്കുന്നത് അൻവറിനെ കുറിച്ചാണ്, ലീഗ് കോൺഗ്രസിനടുത്തും സംസാരിക്കുന്നത് അൻവറിനെ കുറിച്ചാണ്. അൻവർ അല്ലല്ലോ സ്ഥാനാർത്ഥി, അൻവർ അല്ലല്ലോ ഇവിടുത്തെ വിഷയം. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന വേളയിലെങ്കിലും അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു. ഞായറാഴ്ച കഴിഞ്ഞു, ഇന്നിപ്പോൾ ബുധനാഴ്ചയായി, ഇനിയിപ്പോൾ നല്ല നേരം നോക്കി കാത്തിരിക്കുകയായിരിക്കും. കാരണം കോൺഗ്രസിന് ഞായറാഴ്ച അവധിയാണെന്നാണല്ലോ നേരത്തെ നേതാക്കളൊക്കെ പറഞ്ഞത്. ഞായറാഴ്ച ആയതുകൊണ്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീണ്ടുപോയത്. ഇന്നലെ ചൊവ്വാഴ്ചയാണ്, അപ്പോൾ ചൊവ്വാഴ്ച നല്ല ദിവസമായിരിക്കില്ല. ഇനിയിപ്പോൾ വ്യാഴാഴ്ച എന്തായാലും എല്ലാ രീതിയിലും നല്ല ദിവസമാണ്. അപ്പോൾ നാളെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അസോസിയേറ്റ് എങ്കിൽ അസോസിയേറ്റ്, ഘടകകക്ഷിയെങ്കിൽ ഘടകകക്ഷി, വേണ്ടെങ്കിൽ വേണ്ട. ഈ 3 കാര്യമല്ലേ പറയാനുള്ളൂ. ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ ഒരുപാട് ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല. വേണോ വേണ്ടയോ, യെസ് ഓർ നോ, അത് പറയുന്നതിന് പകരം ഇങ്ങനെ ഓർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സതീശൻ എന്നതാണ് ഈ വിഷയത്തിലെ കാര്യം. കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുകയാണ് എന്ന് വരെ അൻവർ പറയുന്നത് അൻവറിന്റെ ഗതികേടാണ്. ആ മനുഷ്യനെ ഒരു ഗതികേടിൽ
അവസ്ഥയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാനാണോ? ഉണ്ടായിരുന്ന MLA സ്ഥാനം രാജിവെച്ചു, LDFനെയും പിണറായി വിജയനെയും പിണക്കി. അപ്പോഴൊക്കെ കൂടെയുണ്ടാകും നീ പറഞ്ഞോടാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിച്ച കൈയടിച്ച ആളുകളൊക്കെ ഇപ്പോൾ പിന്നിൽ നിന്ന് ചവിട്ടുകയും കുത്തുകയുമാണ്. പിന്നെ അൻവർ എന്താണ് ചെയ്യേണ്ടത്? ഇത്രയും പറഞ്ഞതിന്റെ പേരിലാണ് അൻവറിന് വേണ്ടി ബാറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഡോക്ടർ അരുണിന്റെ കമന്റ് എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുകയാണ്. ഇവിടെ സണ്ണി ജോസഫ് എന്തിനാണ് സമവായ ചർച്ച തുടരുമെന്ന് പറഞ്ഞത്? സമവായ ചർച്ച തുടരേണ്ട സാഹചര്യം എന്താണ്? വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞാൽ പോരെ. അൻവർ ഇല്ലെങ്കിലും ജയിക്കാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കണം. അൻവറിനെ ഞങ്ങൾക്ക് വേണ്ട. ഇപ്പോൾ VD സതീശൻ ഹീറോയാണ്, പിണറായി വിജയനെ പോലെ വലിയ ഇരട്ടച്ചങ്കനാണ് എന്ന രീതിയിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ എഴുതി വിടുന്ന ആ ഒരു PR പണിക്ക് പകരം ആദ്യം ചെയ്യേണ്ടത് അൻവറിനെ വേണ്ട. അൻവർ ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഈ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയും. കാരണം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. ആര്യാടൻ മുഹമ്മദ് ജയിച്ചുകൊണ്ടിരുന്നത് അൻവർ ഉണ്ടായിട്ടൊന്നുമല്ലല്ലോ. അൻവർ എപ്പോഴാണ് ഈ മണ്ഡലത്തിലേക്ക് വന്നത്? 2016 ഇടതുപക്ഷം കൊണ്ടുവന്നപ്പോഴല്ലേ? അതിനു മുൻപ് അൻവർ ഈ മണ്ഡലത്തിൽ മത്സരിച്ചു കൊണ്ടേയിരുന്ന ഒരാളൊന്നുമല്ലല്ലോ. അവിടെ അപ്പോൾ അൻവർ ഫാക്ടർ ഇല്ല. ഡോക്ടർ അരുണിന്റെ കണക്കനുസരിച്ചാണെങ്കിൽ 7000 വോട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള അൻവറിനെ വേണ്ട. SDPയുടെ 3000 വാങ്ങിച്ചാൽ പോരെ? പാലക്കാട്ടൊക്കെ കിട്ടിയതല്ലേ. അപ്പോൾ ആ SDPയുടെ വോട്ട് വാങ്ങിച്ചങ്ങ് ജയിച്ചാൽ മതി. അതായിരിക്കും VD സതീശന്റെ അടുത്ത ഫോർമുല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ KC വേണുഗോപാൽ വളരെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു കമന്റാണ് ഇന്ന് നടത്തിയത് എന്നതാണ് എന്റെ വിലയിരുത്തൽ. കാരണം അൻവറിനെ ഒറ്റപ്പെടുത്തണമെന്ന ചിന്താഗതി UDFൽ ആർക്കുമില്ല എന്ന് പറയുന്നത് ലീഗിനെയും മറ്റ് ഘടകകക്ഷികളെയും എല്ലാവരെയും ചേർത്താണ്. കോൺഗ്രസ് എന്നല്ല KC പറഞ്ഞത്, UDF എന്നാണ്. UDFൽ ആർക്കും ചിന്തയില്ല. UDF ചെയർമാനായ VD സതീശന് ചിന്തയുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാൻ കൂടി അതിന്റെ അർത്ഥമുണ്ട്. കേരളത്തിലെ നേതൃത്വം കൊള്ളാവുന്ന നേതൃത്വം എന്ന് KC പറഞ്ഞത് ഇത്തിരി കൊള്ളിച്ചു തന്നെയാണ്. അപ്പോൾ ആ കൊള്ളാവുന്ന നേതൃത്വം പെട്ടെന്ന് തീരുമാനമെടുക്കാൻ പറഞ്ഞിട്ടാണ് KC ഇപ്പോൾ വിമാനം കയറാൻ പോകുന്നത് എന്നുള്ളത് VD സതീശനെ അനുകൂലിക്കുന്ന, അതിനുവേണ്ടി ബാറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ എന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. കാരണം സർക്കാരിന്റെ അഴിമതിക്കെതിരെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചാണ് രാജിവെച്ചത് അൻവർ എന്നും ആ വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നും പറഞ്ഞത് AICCയുടെ ജനറൽ സെക്രട്ടറിയായ കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ അവസാന വാക്കായി കരുതുന്നു എന്ന് അവരൊക്കെ തന്നെ പറയുന്ന KC വേണുഗോപാൽ തന്നെയാണ്. എന്തായാലും ആശയവിനിമയത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സംസാരിക്കുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ആശയവിനിമയമൊക്കെ KPCC അധ്യക്ഷനുമായും അതുപോലെ തന്നെ UDFന്റെ ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവുമായിട്ടൊക്കെ നടന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ ഈ ഡിസിഷൻ മേക്കിങ്ങിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും അതുപോലെ തന്നെ UDF കൺവീനർ അടൂർ പ്രകാശിനും ഒന്നും ഒരു സേ ഇല്ലേ എന്ന് തോന്നിപ്പോവുകയാണ്. കാരണം എന്തൊരു അഴകുഴമ്പൻ സമീപനമാണ് ഇവരൊക്കെ എടുക്കുന്നത്. വേണമെങ്കിൽ വേണമെന്ന് പറയണം, ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറയണം. അൻവറിനെ വഴിക്കങ്ങ് വിടണമെന്നേ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എന്തിനാണ് നിൽക്കൂ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊതിപ്പിച്ച് നിർത്തുകയാണ്. വേണമെങ്കിൽ നിങ്ങൾ എടുക്കൂ, ഇല്ല എന്നുണ്ടെങ്കിൽ അൻവർ പോട്ടെ എന്ന് വെക്കട്ടെ. നഷ്ടമില്ലല്ലോ, സിറ്റിംഗ് സീറ്റൊന്നും അല്ലല്ലോ നഷ്ടപ്പെടാൻ UDFന്. LDF ആ സീറ്റ് നിലനിർത്തട്ടെ. അതായിരിക്കും അവസാനം എൻഡ് റിസൾട്ടായി വരാൻ പോകുന്നത്. ഇങ്ങനെയുള്ള പടലപ്പിണക്കവും തമ്മിലടിയുമാണെങ്കിൽ ഇതാണ് എന്റെ ടേക്ക്. അൻവറിന് എളുപ്പമോ എന്നായിരുന്നു ചോദ്യം. 2 പേർ യെസ് എന്നും 2 പേർ നോ എന്നും. Meet the editors.